അങ്ങനെ ഇന്നും പതിവ് പോലെ ജോലി തണ്ടാൻ വേണ്ടിയിട്ട് പോയത് ഭാരത് ഹോസ്പിറ്റലാണ്. കോട്ടയം ടൗണിൽ തന്നെയുള്ള ഭാരത് ഹോസ്പിറ്റൽ. നമ്മൾ പോയി അവിടെ ചെന്നു. എന്നും കൊടുക്കുന്നതിന് തന്നെ CV കൊടുത്ത് അവർ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ പോന്ന് വണ്ടി ഇരുന്നിരുന്ന് പോന്നപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. കോട്ടയത്ത് നല്ല മഴയായിരുന്നു. പക്ഷേ ടുവേർഡ്സ് ഏറ്റുമാനൂർ സൈഡ് വരുമ്പോൾ മഴ കുറഞ്ഞു. അപ്പം ഞാൻ ഈ തുള്ളിമഴ പെയ്ത് എൻ്റെ ഹെൽമെറ്റിൽ ഇങ്ങനെ വെള്ളം അതിങ്ങനെ തുടച്ച് കളിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് കളഞ്ഞ് ഇങ്ങനെ അച്ഛൻ്റെ കൂടെ പോരുന്ന സമയത്ത് അച്ഛനോട് പറഞ്ഞായിരുന്നു എനിക്ക് സ്റ്റുഡിയോയിൽ പോകണമെന്ന്. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് എനിക്ക് കുറച്ച് ഷീറ്റ് മാസ്കും പിന്നെന്താണ് മേടിക്കാനുണ്ടായിരുന്നത്, ഫേസ് വാഷും അതുപോലെ തന്നെ അവിടുത്തെ പെർഫ്യൂമും എനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് മേടിച്ച് അവിടെ ചെന്ന് കുറേ കളക്ഷൻസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി നമ്മൾ നേരെ ഡെക്കാത്ലോണിൽ കയറിയില്ല. ഡെക്കാത്ലോണിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. അങ്ങനെ അവിടെ പോയി. പിന്നെ വൈകുന്നേരം ഞാനും അമ്മയും കൂടെ മണർകാട് പള്ളിയിൽ പോയി കേട്ടോ. മണർകാട് പള്ളിയിൽ പോയി അവിടെ തൊഴുത് മെഴുകുതിരിയൊക്കെ കത്തിച്ച്. അപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ മിൽക്ക് ATM കയറി മിൽക്ക് എടുത്ത്. പാല് മേടിക്കാൻ എനിക്കിഷ്ടമാണ്. നല്ല പാലാണ് കേട്ടോ അവിടുത്തെ. ഒഴിക്കാനും ചായ ഉണ്ടാക്കാനൊക്കെ നല്ല പാലാണ്. അങ്ങനെ പൈസ അയച്ചു കൊടുത്ത് പാല് വന്നത് പാല് ജഗ്ഗിലാക്കി ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുക. നല്ല രസമാണ് പാല് വരുന്നത് കാണാൻ. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുക എത്ര രൂപയായിട്ടാൻ പാല് വരുമോ, 500 തൊട്ട് അത്രയും പാല് വരുമോ എന്നല്ല. അങ്ങനെ പാല് ജഗ്ഗിലെടുത്ത് കുപ്പിക്കകത്ത് ഒഴിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് നേരെ നമ്മൾ തിരുവഞ്ചൂർ അമ്പലത്തിൽ കയറി. അവിടുന്ന് അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മളത് ഈ സ്പൈസ് ഗാർഡൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി കോഫി കുടിക്കാനാണ് കയറിയത്. പക്ഷെ അവരിങ്ങനെ ചോദിച്ച് നമ്മൾ കോഫി മേടിച്ചു. അതിൻ്റെ ഇടയിലുള്ള ഭംഗി നോക്കലുകളാണിതെല്ലാം. അമ്മ പറഞ്ഞു ജിമുക്ക് എനിക്ക് ചേരുന്നുണ്ടെന്ന്. അങ്ങനെ അതിൻ്റെ കുറച്ച് ഷോയൊക്കെ ഇറക്കി ഞാനിങ്ങനെ ഫുഡ് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ എടുത്തിട്ട് ഫുഡ് വേണം, ഫുഡ് വരും എന്നൊക്കെയുള്ള ഷോയിലിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചായ പറഞ്ഞ് ഓർഡർ ആക്കിയത് ഒരു നെയ് റോസ്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ നെയ് റോസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നെടുദിവസം.